നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അതിന്. ബട്ട് ബിഫോർ ദാറ്റ് important thing that we have to know is ഈ ഒരു കോഎഫിഷ്യൻറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് we have an equation. അതായത് if the question is in the form അല്ലെങ്കിൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ is in the form of 1 minus x the whole raised to minus n അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സമ്മേഷൻ എടുത്തിട്ടായിരിക്കും ചെയ്യുക. ഈ ഒരു ഈക്വേഷൻ നിങ്ങളുടെ മനസ്സിലിരിക്കണം. ആൻഡ് ഈ ഒരു ഈക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഎഫിഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ലെറ്റ് us begin with the first question. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദി കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് റേസ് ടു 5 ഇൻ 1 minus 2x the whole raised to minus 7. ഈ ഒരു എന്താണ് പറഞ്ഞത്, ഈ ഒരു ഈക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, വാട്ട് ഈസ് എൻ? എൻ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ എന്താണ്? ഇറ്റ് ഈസ് 7. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, വൈ ഇസ് നോട്ട് -7 എന്ന്. കാരണം നമ്മുടെ ഫംഗ്ഷനിൽ നമ്മുടെ ഫോർമുല കൊടുത്തേക്കുന്നത് മൈനസ് ഓഫ് എൻ ആണ്. ഇവിടെ മൈനസ് ഓഫ് 7 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നിന് നെഗറ്റീവ് പവർ ഇല്ലാത്തത്. സോ n is equal to 7 ആൻഡ് വാട്ട് ഇസ് k? k is nothing but നമ്മൾ എന്തിൻ്റെയാണ് കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുന്നത് അതിനെയാണ് നമ്മൾ k ആയിട്ട് എടുക്കുന്നത്. സോ k is nothing but 5. ഇനി ഈ ഒരു എന്താണ് പറയുന്നത്, ഈക്വേഷനെ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സമ്മേഷൻ ഓഫ് k is equal to 0 to infinity 7 plus 5 minus 1 the whole factorial divided by 7 minus 1 factorial 5 factorial. ഓക്കെ, ഇത് ഈക്വേഷനൊക്കെ എഴുതി പൊക്കോണം. ബൈ ചാൻസ് നിങ്ങൾക്ക് ആൻസർ തെറ്റാണെന്നുണ്ടെങ്കിലും ഈക്വേഷൻസിന് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ആൻഡ് ഇൻറ്റു നമ്മളുടെ എക്സ് റേസ് ടു കെ. സോ വാട്ട് ഈസ് എക്സ് റേസ് ടു കെ? എക്സ് റേസ് ടു കെ എന്ന് പറയുന്നത് 2x ആണ് നമുക്ക് വരുന്നത്. എക്സിൻ്റെ ഒരു ഈക്വേഷൻ നമ്മൾക്ക് 2x the whole raised to k 5 എന്ന് എഴുതാം. പക്ഷെ നമ്മൾക്കിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുന്ന എന്താണ്? കോഎഫിഷ്യൻസ് ആണ്. സോ അതുകൊണ്ട് എക്സിൻ്റെ നമുക്കിവിടെ ആവശ്യമില്ല. സോ വി ആർ റിമൂവിങ് ദി എക്സ് ഫ്രം ദ സി. ഓക്കെ, അപ്പം 2 the whole raised to 5 ആണ് ഇവിടെ കിടക്കുന്നത്. ഒന്നുകൂടെ പറയാം, നമുക്കൊരു ഈക്വേഷൻ കിട്ടുമ്പോഴത്തേന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് n k നമ്മൾ കണ്ടുപിടിക്കുക. 2 എന്ന് പറയുന്നത് എക്സിന് നമ്മളുടെ ഈക്വേഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക. ഓക്കെ, പക്ഷേ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. സോ വി ആർ ഹാവിങ് 11 factorial into 32 divided by 6 factorial into 5 factorial. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഫൈനലി വി ഗെറ്റ് എൻ ആൻസർ ഓഫ് 14784. നിങ്ങൾക്ക് സംശയം നിങ്ങളത് ചെയ്ത് നോക്കി വെച്ചാൽ മതി. സോ ദിസ് ഇസ് ഹൗ യു ആർ ഡിറ്റർമൈനിങ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. So determine the coefficient of x raised to 15. x raised to 15 കോഎഫിഷ്യൻ്റ് ആണ് നമുക്ക് x raised to 15 കോഎഫിഷ്യൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് വേർ ഷുഡ് ഐ ഫൈൻഡ് ഇറ്റ് ഫ്രം an equation x square plus x cube plus x raised to 4 whole raised to 4. അപ്പം നേരത്തെ നമുക്ക് കിട്ടിയ ഈക്വേഷനിൽ നിന്നും അല്ലെങ്കിൽ നേരത്തെ നമുക്ക് കിട്ടിയ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ഫസ്റ്റ് തിങ്, നമുക്കിവിടെ തന്നേക്കുന്നത് ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ പക്ക സോൾവ്ഡ് വേർഷൻ അല്ല. സോ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു ഡു ഇസ് വീൽ ഹാവ് ടു സോൾവ് ഇറ്റ്. അതായത് ഇത് ഈ എന്നും കെയും എക്സ് എലിമിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ വി ഹാവ് ടു സോൾവ് ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഇപ്പം ഈ ഒരു സംഭവം ഞാൻ എടുത്തെഴുതാണ് ചെയ്യുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് റേസ് ടു 5 പ്ലസ് ഡോട്ട് 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 ഹോൾ റേസ് ടു 4. ഇതിൽ നിന്ന് നമുക്ക് എക്സ് സ്ക്വയർ കോമൺ എടുക്കാം. 1 plus x plus x square plus the whole raised to 4. പുറത്തപ്പം എക്സ് റേസ് ടു 8 വരും. 1 plus x plus x square plus raised to 4. ഈ എക്സ് റേസ് ടു 8 ഇവിടെ കിടപ്പുണ്ട്, ഈ ഒരു സംഭവം കിടപ്പുണ്ട്. ഇതിനെ നമുക്ക് നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഴുതാൻ പറ്റും, വിച്ച് ഇസ് നത്തിങ് ബട്ട് 1 minus x the whole raised to 4. നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന എന്താണ്?
എക്സ് റേസ് ടു 15ൻ്റെ കോഎഫിഷ്യൻ കണ്ടുപിടിക്കാനാണ്. നമുക്കിവിടെ നോക്കുമ്പോഴത്തേനും ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ഈ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ വേണം എഴുതാം, എക്സ് റേസ് ടു 8 ഇൻറ്റു 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു -4. അപ്പം ഈ ഒരു സംഭവത്തിനെ സോൾവ് ചെയ്യാനുള്ള ഈക്വേഷൻ മാത്രമല്ല നമ്മളുടെ കയ്യിലുള്ളൂ, നമുക്ക് വേണ്ടത് എക്സ് റേസ് ടു 15ൻ്റെ കോഎഫിഷ്യൻറ്റുമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറത്തൊരു എക്സ് റേസ് ടു 8 കിടപ്പുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എക്സ് റേസ് ടു 15 നമുക്ക് കണ്ടുപിടിക്കണം, എക്സ് റേസ് ടു 8 പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഈക്വേഷനിൽ നിന്ന് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കേണ്ടത് എക്സ് റേസ് ടു 7ൻ്റെ കോഎഫിഷ്യൻ്റാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കിട്ടേണ്ടത് എക്സ് റേസ് ടു 15 ആണ്. ഈ ഇക്വേഷനിൽ നമുക്ക് 2 പാർട്സ് ഉണ്ട്. ഒരു ലൈക്ക് വേരിയബിൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരെണ്ണം ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഫോമാറ്റിലും കിടപ്പുണ്ട്. ഈ ഒരു സംഭവത്തിനെ സോൾവ് ചെയ്യാനുള്ളത് മാത്രമാണ് നമ്മളുടെ കയ്യിൽ ഈക്വേഷൻ ഇരിക്കുന്നത്, ഫോമുല ഇരിക്കുന്നത്. സോ വാട്ട് വി ഹാവ് ടു ഡു, സോ ഈ ഒരു എക്സ് റേസ് ടു 15നെ നമ്മൾ -8 ചെയ്യുവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പം ഇത് എക്സ് റേസ് ടു 7 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും വിൽ ഗെറ്റ് 15. അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ എന്നാണല്ലോ അത്. ഓക്കെ, അപ്പം നമുക്ക് എക്സ് റേസ് ടു 7 ആണ് റിട്രീവ് ചെയ്യേണ്ടത് ഫ്രം 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു -4. ഓക്കെ, അപ്പം ഇത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈക്വേഷൻ അനുസരിച്ച് പോവാണ് ചെയ്യുന്നത്. സമ്മേഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു 0 n പ്ലസ് കെ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു കെ. ഇനി എക്സിന് ഒരു രീതിക്കുള്ള കോഎഫിഷ്യൻ്റ് ഇവിടെ ഇല്ല. സോ ഈ ഒരു ടേമിനെ നമുക്ക് എക്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കെ എന്താണ്, എൻ എന്താണെന്ന് നമുക്കറിയാം. വാട്ട് ഇസ് എൻ? എൻ ഇസ് 4. വാട്ട് ഇസ് കെ? കെ ഇസ് 7. ഇനി നമുക്ക് ചെയ്യാം 4 നമ്മൾ ഈ ഒരു സംഭവം മാത്രമായിട്ട് എടുത്ത് എഴുതുമ്പോഴത്തേനും 4 പ്ലസ് 7 മൈനസ് 1 ഫാക്ടോറിയൽ 4 മൈനസ് 1 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ. ദാറ്റ്സ് നത്തിങ് ബട്ട് 10 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ. അപ്പം ഇതിന് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വി ഗെറ്റ് ദി ആൻസർ ഇസ് 120. ദാറ്റ് ഈസ് ഹൗ വി വിൽ ബി ഫൈൻഡിങ് ദി കോഎഫിഷ്യൻറ്റ്. അടുത്ത് നമ്മൾ 2 വേരിയബിളുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇപ്പം നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഒരു വേരിയബിൾ വരുമ്പോഴുള്ള കേസാണ്. ഇനി 2 വേരിയബിൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫോർ ദാറ്റ് ഡിറ്റർമൈൻ ദി കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് റേസ് ടു 0 ഇൻ 4x³ മൈനസ് 5/x ദ ഹോൾ റേസ് ടു 16. സോ നമുക്ക് ഓൾറെഡി ഒരു ഫോമുലയാണ്, നമ്മുടെ ഫോമുല ഷീറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. എക്സ് പ്ലസ് വൈ ദി ഹോൾ റേസ് ടു n ആണെന്നുണ്ടെങ്കിൽ വി ആർ ടേക്കിംഗ് ദി സമ്മേഷൻ എൻ കെ. ഇതെന്ന് പറയുന്നത് നത്തിങ് ബട്ട് നമ്മുടെ കോമ്പിനേഷൻ്റെ ഇതാണ്. ഇപ്പം എൻ കെ എന്നുള്ളൊരു സംഭവമാണ് നമ്മളിവിടെ എഴുതുന്നത്. ദാറ്റ്സ് നത്തിങ് ബട്ട് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് കെ ഫാക്ടോറിയൽ കെ ഫാക്ടോറിയൽ എക്സ് റേസ് ടു കെ വൈ റേസ് ടു എൻ മൈനസ് കെ. നമുക്ക് തൽക്കാലം ഈ ഒരു ഈക്വേഷൻ അനുസരിച്ച് നമുക്ക് ഈ ഒരു എന്താണ് പറയുന്നത്, ഈ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് എഴുതാം. ഈ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതൊരു സീക്വൻസ് ആയിട്ടല്ല, ഇപ്പോൾ 1 + 2 + 3 എക്സ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്നല്ല കൊടുത്തേക്കുന്നത്. സോ ഇതിന് നമുക്കൊരു സോൾവിങ്ങിൻ്റെ സംഭവം വരുന്നില്ല. ഇതിൽ നമ്മൾക്ക് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ 2 പവേഴ്സ് ആയതുകൊണ്ടാണ് നമ്മളിതിനെ 2 വേരിയബിൾസ് ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കറിയാം n ഇസ് ഈക്വൽ ടു 60. കെ എന്ന് പറയുന്ന കെ എന്നല്ല, എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് ആക്ച്വലി 0 ആയിരിക്കണം. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കെയുടെ വാല്യൂ 0 ആയിരിക്കുമല്ലോ. അല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ അതേ പവറിൽ നമുക്ക് 2 കാര്യങ്ങളാണ് കിടപ്പുള്ളത്, x³ എക്സ് റേസ് ടു -1. സോ വി കാൺട്ട് ടേക്ക് ലൈക്ക് നമുക്ക് ജനറലായിട്ട് ഓക്കെ x0 ആണ് ചോദിച്ചുകൊണ്ട് കെ എടുക്കാൻ പറ്റും, k = 0 എന്നുള്ള രീതി എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ഓർത്തോണം, ഇതൊരു എക്സെപ്ഷൻ കേസാണ്. ഇത് 2 വേരിയബിൾ വരുന്ന കേസിൽ മാത്രമാണ്. അല്ലാത്ത കേസുകളിലൊക്കെ നമ്മൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി n ഇസ് ഈക്വൽ ടു 16 എന്ന് പറയുമ്പോഴത്തേലും നമ്മളിനിയിപ്പം ഈ ഒരു ഈക്വേഷൻ അനുസരിച്ച് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് നത്തിങ് ബട്ട് n is equal to k is equal to 0,
x raised to 4x cube raised to k 5 by x minus 5 by x അല്ലേ minus 5 by x the whole raised to 16 minus k. നമ്മൾ ഈ ഒരു എൻറ്റയർ ഇതിനെ നമ്മൾ ഇവിടെ കയറ്റി ഈ ബാക്കിയുള്ളതിനെ നമ്മൾ വൈയുടെ കീഴിൽ കയറ്റി 16 മൈനസ് കെ പവേഴ്സ് ആയിട്ടും കൊടുത്തു. ഐ ഹോപ്പ് ദാറ്റ് പാർട്ട് ഇസ് ക്ലിയർ. ഇനി കെയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വി നോ ദാറ്റ് ദി കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു 0 വിച്ച് മീൻസ് ദാറ്റ് വാട്ട് ഈസ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ കേസിൽ 3k വരും, ഈ കേസിൽ മൈനസ് 16 മൈനസ് കെ വരും. എന്തുകൊണ്ടാണ് ഇത് എക്സ് താഴെയാണ് കിടക്കുന്നത്, എക്സ് മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ മൈനസ് 16 ഓഫ് മൈനസ് കെ വരും, should be equal to 0. That's nothing but 3k minus 16 plus k is equal to 0. 4k is equal to 16, k is equal to 4. k യുടെ വാല്യൂ ഉണ്ട്, n ൻ്റെ വാല്യൂ ഉണ്ട്. We can substitute it and find it out. 16, 4 and coefficients എടുക്കുക. 4 പവർ k ആണ് വരുന്നത്, 4 raised to 4 minus 5 raised to 16 minus 4. അപ്പോൾ ഇതിനെ നമുക്ക് 16 factorial divided by 16 minus 4, 12 factorial, 4 factorial, 4 raised to 4 minus 5 raised to 12. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ. പക്ഷേ ഇഫ് യു ഹാവിങ് എ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ എഴുതി വെച്ചാലും പ്രശ്നമൊന്നും